ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ് വേഷനുകളെ കുറിച്ചാണ്. ഇപ്പോൾ ലൈറ്റ് വേഷൻ എന്ന് പറഞ്ഞാൽ പലരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം, പലർക്കും ഇതിൻ്റെ ഉത്തരവും അറിയാവുന്നതായിരിക്കാം. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അറിഞ്ഞിടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്രദമാകും. അപ്പോൾ ലൈറ്റ് വേഷനുകൾ എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും, നമുക്ക് പല ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്കും അതിൻ്റെതായ അവരുടെ ക്രിയേറ്റർമാർ അവിടെ ലൈറ്റ് വേഷൻ കൂടി നിർമ്മിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ അവരുടെ ഒരു ലൈറ്റ് വേഷനാണ് ഫേസ്ബുക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. യൂട്യൂബ് ആണെങ്കിൽ അതിൻ്റെ ലൈറ്റ് വേഷനാണ് യൂട്യൂബ് ഗോ എന്ന് പറയുന്നത്. ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിൻ്റെ ലൈറ്റ് വേഷനാണ് ഗൂഗിൾ ഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷനുകൾക്കും അവരുടേതായ ഡെവലപ്പർമാർ ലൈറ്റ് വേഷൻ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. അത് ആപ്ലിക്കേഷനുകൾക്ക് മാത്രമല്ല, ഗെയിംസുകൾക്കും ലൈറ്റ് വേഷനുകളുണ്ട്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള പല ഗെയിംസുകൾക്ക് ലൈറ്റ് വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അപ്പോൾ ഗെയിമും മാത്രമല്ല, ആപ്ലിക്കേഷനുകളും ഗെയിമുകളും മാത്രമല്ല, നമ്മുടെ ആൻഡ്രോയിഡ് വേഷന് വരെ ലൈറ്റ് വേഷനുകളുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ലേറ്റസ്റ്റ് വേഷനായ പി വേഷൻ, ആൻഡ്രോയിഡ് പി വേഷന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഗോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ് വേഷൻ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ഗോയെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഗോയെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ലൈറ്റ് വേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരികയാണ്. നമുക്ക് അതിലേക്ക് തന്നെ നമുക്ക് പോകാം. ലൈറ്റ് വേഷൻ എന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് മൊബൈലിനെ സംബന്ധിച്ചോളം വളരെ കുറഞ്ഞ ഫോണുകളിൽ, അതായത് വളരെ കുറഞ്ഞ ഇന്റേണൽ മെമ്മറിയും വളരെ കുറഞ്ഞ റാമും വളരെ കുറഞ്ഞ പ്രോസസ്സിംഗ് സ്പീഡുമുള്ള ഫോണുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ. അതായത് ഒരു ഫുൾ വേർഷന്, അതായത് ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ വേർഷൻ പോലുള്ള, അതായത് ഒരു ആപ്ലിക്കേഷൻ ഫുൾ വേർഷൻ പോലുള്ള ഫീച്ചേഴ്സ്, ഏകദേശമുള്ള ഫീച്ചേഴ്സുകളെല്ലാം ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് ഒരു ലൈറ്റ് വേഷനുകൾ ഡെവലപ്പർമാർ നിർമ്മിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് തന്നെ എടുത്ത് നോക്കാം. അപ്പോൾ ഫേസ്ബുക്കിന്റെ ഒരു ഫുൾ വേർഷൻ നമ്മുടെ മൊബൈലിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇന്റേണൽ മെമ്മറി വേണം. നിങ്ങൾക്കറിയാമായിരിക്കും 60-70 MB ആണ് നമ്മുടെ ഫോണിൽ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം, ആപ്ലിക്കേഷന് വേണ്ടി മാത്രം നമുക്കതിൽ വേണ്ടത്. അത് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് ഏകദേശം 1-2 മാസം കൂടുമ്പോൾ അതിന്റെ ക്യാഷ് ഫയലുകളും ഡേറ്റ ഫയലുകളും എല്ലാം കൂടി ചേർന്ന് ഏകദേശം ഒരു 2-3 മാസം കൂടുമ്പോൾ തന്നെ ഏകദേശം 400 MB 500 MB ആയിട്ട് മാറിയിരിക്കുന്ന കാണാൻ പറ്റും. കാരണം അത്ര ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ എടുക്കുന്ന ക്യാച്ച് ഫയലുകളും വളരെ കൂടുതലാണ്. അപ്പോൾ കുറഞ്ഞ ഇന്റേണൽ മെമ്മറിയുടെ ഫോൺ ആണെങ്കിൽ നമുക്ക് ഒരു ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ 1-2 മാസം കഴിയുമ്പോഴത്തേക്കും ഹാങ്ങിങ്, ലാഗിങ് അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. അതായത് കുറഞ്ഞ ഇന്റേണൽ മെമ്മറിയുള്ള ഫോണുകളിൽ ഒരു ഫേസ്ബുക്ക് ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ വേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്റേണൽ മെമ്മറിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത റാം പറയാം. ഒരു ഫേസ്ബുക്ക്, അത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഫേസ്ബുക്കിനെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഒരു ഫേസ്ബുക്ക് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റാം സ്പേസ് വേണ്ടി വരും. അപ്പോൾ നല്ല റാം സ്പേസ് ഇല്ലാത്ത മൊബൈലാണെങ്കിൽ ആപ്ലിക്കേഷൻ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, ഫേസ്ബുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. എന്നാൽ ഫേസ്ബുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മറ്റ് ആപ്ലിക്കേഷനിലേക്ക് കടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫേസ്ബുക്ക് ഉണ്ട് എങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫോണ് ഹാങ്ങിങ്, ലാഗിങ്, ഹീറ്റിങ് തുടങ്ങിയ പ്രോബ്ലംസുകൾ ഉണ്ടാകും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ട്രെയിൻ ആവുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇത് തന്നെയാണ്, നമ്മുടെ ചില ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഒരുപാട് റാം സ്പേസ് എടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്നത്, ബാറ്ററി ബാക്കപ്പ് ഒന്നും കിട്ടാതെ വരുന്നത്. അപ്പോൾ ഇതും പ്രധാന ഒരു കാര്യമാണ് റാം സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു റാം സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്കിന് ഫുൾ വേർഷൻ കറക്റ്റായിട്ട് നമ്മുടെ മൊബൈലിൽ വർക്ക് ചെയ്യുകയില്ല. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പ്രോസസ്സർ. നല്ലൊരു പ്രോസസ്സിംഗ് സ്പീഡുള്ള മൊബൈലല്ല നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ഇത്തരം പ്രോബ്ലം, ഹാങ്ങിങ്, ലാഗിങ്, ഹീറ്റിങ് തുടങ്ങിയ പ്രോബ്ലംസുകൾ ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഒന്നിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാതെയും വരും ഇത്തരം ഫുൾ വേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ചില ആപ്ലിക്കേഷനുകൾ, അതായത് ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഫേസ്ബുക്ക് ആണെങ്കിൽ പോലും ഇപ്പോൾ ഗെയിംസ് ആയിരുന്നാലും ശരി, ഇപ്പോൾ മറ്റു നല്ല റാം സ്പേസ് എടുക്കുന്നതും ഇന്റേണൽ മെമ്മറി കൂടുതലുള്ളതും പ്രോസസ്സിംഗ് സ്പീഡ് കൂടുതലും ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകളായിരുന്നാലും ശരി, അവ നമ്മുടെ ഫോണിൽ ഇത്തരം പ്രോബ്ലംസ് ഉള്ള, അതായത് ഇന്റേണൽ മെമ്മറിയും റാമും പ്രോസസ് സ്പീഡുമുള്ള കുറഞ്ഞ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം പ്രോബ്ലംസുകൾ വളരെ സാധാരണമാണ്. അതുകൊണ്ടാണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ, ഇപ്പം ഫേസ്ബുക്ക് ആയിരുന്നാൽ ശരി, ഏതൊരു ഫേമസ് ആയിട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷനും അവരുടേതായ ലൈറ്റ് വേർഷനുകൾ അവർ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്.
ഇപ്പോൾ കുറഞ്ഞ റാം സ്പേസിലും കുറഞ്ഞ ഇന്ത്യൻ മെമ്മറി സ്പേസിലും കുറഞ്ഞ പ്രോസസ് സ്പീഡിലും അവരുടെ ആപ്ലിക്കേഷനുകൾ നല്ല പ്രോപ്പറായിട്ടും നല്ല സ്പീഡോട് കൂടിയും നമ്മുടെ മൊബൈലിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ അവരുടേതായ ലൈറ്റ് വേഷനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പഴയ ഫോണുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ, ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോണുകളാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ലൈറ്റ് വേഷനുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറയുന്നത് പഴയ ഫോണുകളിലൊന്നും ഇത്തരം കൂടിയ റാം സ്പേസ് ഒന്നും കാണുകയില്ല, നല്ല പ്രോസസ്സിംഗ് സ്പീഡൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് പഴയ ഫോണാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ, ഞാൻ പറഞ്ഞത് 2 വർഷത്തിന് മുമ്പുള്ള ഒരു ഫോണാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ലൈറ്റ് വേഷനുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് മുൻകൂട്ടി കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആപ്ലിക്കേഷനുകളുടെ ലൈറ്റ് വേഷനുകൾ നിർമ്മിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ്രോയിഡ് വേർഷനും ലൈറ്റ് വേഷനുകൾ ഓറിയോയുടെ ലൈറ്റ് വേഷൻ നിർമ്മിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓറിയോ ഗോ എന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. കുറഞ്ഞ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അത് റോം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആൻഡ്രോയിഡ് ഗോ ഗൂഗിൾ നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിയുടെ ചില ഫോണുകളിലൊക്കെ ആൻഡ്രോയിഡ് ഏകദേശം 5000-6000 റേഞ്ചിലൊക്കെ താഴെ വരുന്ന ഫോണുകൾ, 5000-6000-7000 റേഞ്ചിനൊക്കെ താഴെ വരുന്ന മിക്ക ഫോണുകളിലും ഇപ്പോൾ ആൻഡ്രോയിഡ് ഗോയാണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നല്ല സെക്യൂരിറ്റി കിട്ടും, ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ്റെ എല്ലാ ഫീച്ചേഴ്സ് കിട്ടും, എല്ലാ സെക്യൂരിറ്റിയും കിട്ടും. നമ്മുടെ കുറഞ്ഞ ഇന്റർ മെമ്മറിയിലും കുറഞ്ഞ റാം സ്പേസിലും കുറഞ്ഞ പ്രോസസ്സിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആൻഡ്രോയിഡിൻ്റെ ലോ ബഡ്ജറ്റ് ഫോണുകളിൽ ഇത്ര ആൻഡ്രോയിഡിൻ്റെ ഗോ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വേർഷനുകളും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ലൈറ്റ് വേർഷനുകളും അല്ലെങ്കിൽ ഗെയിംസുകളുടെ ലൈറ്റ് വേർഷനുകളും അവരുടേതായ ഡെവലപ്പർമാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങളുടെ ഫോണുകളിൽ എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഇത്തരം ഫുൾ വേർഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വല്ല പ്രോബ്ലംസ്, ഹീറ്റിംഗ്, ലാഗിങ് തുടങ്ങിയ എന്തെങ്കിലും പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡേറ്റ യൂസേജ് ചെക്ക് ചെയ്യാം, ബാറ്ററിയുടെ യൂസേജ് എത്രയാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത്ര നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബാറ്ററിയാണ് ആ ഫോണിൽ നിന്ന് അത്ര ആപ്ലിക്കേഷനുകൾ എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ട് ലൈറ്റ് വേഷനുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ലൈറ്റ് വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഫോണിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഏറ്റവും നല്ലത് ആപ്ലിക്കേഷനുകളിൽ ലൈറ്റ് വേഷൻ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഫോണിനെ കൂടുതൽ ലോഡ് വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.